ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ 7-ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഇന്നത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 31-ാം വാക്യം. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവീൻ. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചോൾവീൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിന് മരിക്കുന്നു? പശ്ചാത്താപം, പുതിയ ജീവിതത്തിലേക്കുള്ള സജീവമായ തിരഞ്ഞെടുപ്പ് എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് ഇന്നത്തെ വചനധ്യാനത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ക്രൂശിങ്കിലേക്ക് ഞങ്ങളുടെ പാവങ്ങളുമായി ഞങ്ങളിതാ വന്നിരിക്കുന്നു. നിന്റെ രക്തത്താൽ കഴുകണമേ. പുതിയ സൃഷ്ടിയാക്കി നീ ഞങ്ങളെ മാറ്റണമേ. ആമേൻ. ഒന്നാമതായി, പശ്ചാത്താപം വാക്കുകളല്ല, തീരുമാനമാണ്. പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം എന്ന് പറയുന്നത് മാത്രമല്ല, പഴയ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനമാണ്. തെറ്റായ വഴിയിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുവാൻ നാം തീരുമാനിക്കണം. ദൈവം വഴി തുറക്കും, പക്ഷേ ആ വഴി നടക്കേണ്ടത് നമ്മളാണ്. രണ്ടാമതായി, പശ്ചാത്താപം പഴയതിനെ ഉപേക്ഷിക്കുന്നതാണ്. ദൈവവചനം പറയുന്നു, നിങ്ങൾ ചെയ്ത എല്ലാ അകൃത്യങ്ങളും വിട്ടുമാറുവീൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമില്ലാത്തത് എന്തൊക്കെയുണ്ടോ അത് ഒക്കെ നമ്മൾ മുറുകെ പിടിച്ച് നിൽക്കുമ്പോൾ പുതിയ ജീവിതം നമ്മൾക്ക് സാധ്യമാകുകയില്ല. പുതിയ ജീവിതം ആരംഭിക്കാൻ പഴയത് വിട്ട് ഓടേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായി, പശ്ചാത്താപം പുതിയ ജീവിതത്തിലേക്കുള്ള വാതിലാണ്. ദൈവം നമ്മളെ നശിപ്പിക്കാനല്ല ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ ജീവിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് മരിക്കുന്നത്? പശ്ചാത്താപം മരണത്തിലേക്കല്ല, ജീവിതത്തിലേക്കുള്ള ഒരു സജീവമായ തെരഞ്ഞെടുപ്പാണ്. പുതിയ ഹൃദയവും പുതിയ ആത്മാവും സ്വീകരിക്കാൻ ദൈവം നമ്മളെ ക്ഷണിക്കുന്നു. നമ്മുടെ തീരുമാനത്തിലൂടെയും നമ്മുടെ പശ്ചാത്താപത്തിലൂടെയും ഈ നോമ്പുകാലം നമുക്ക് ഏവർക്കും അനുഗ്രഹവും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹവുമായി മാറട്ടെ. ആമേൻ.